ഞങ്ങളുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡി ഡി മാജ പി തോമസ്. ഇന്ന് ഈ പത്രസമ്മേളനം നമ്മൾ നടത്തുന്നത് കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഏപ്രിൽ 11-ാം തീയതി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ 9 ജില്ലകളിലായി 47 മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിന്റെ തീരപ്രദേശത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള മഹത്തായ ഒരു സംരംഭം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ശുചിത്വ സാഗരം സുന്ദരതീരം എന്ന പദ്ധതിയുടെ 2ാം ഘട്ടം പരിപാടിയാണ് ഏപ്രിൽ 11-ന് ആവിഷ്കരിച്ചിട്ടുള്ളത്. രാവിലെ 7 മണി മുതൽ 11 മണി വരെ എല്ലാ ബീച്ചുകളിലും ഈ ശുചീകരണ പ്രക്രിയ നടക്കും. അതില് എറണാകുളം ജില്ലയിൽ 46ഓളം വരുന്ന കിലോമീറ്ററാണ് നമ്മുടെ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. കൊച്ചി മണ്ഡലവും വൈപ്പിൻ മണ്ഡലവുമാണല്ലോ ജില്ലയിലെ തീരമണ്ഡലങ്ങളായി അറിയപ്പെടുന്നത്. ഇപ്പൊ 46 കിലോമീറ്റർ, ഓരോ കിലോമീറ്ററിലും 25 വളണ്ടിയർമാരെ വീതം വിന്യസിപ്പിച്ചുകൊണ്ട് അങ്ങനെ 1150 പേര് അവരെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പുറമെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ഓരോ പഞ്ചായത്തിലെയും യുവജന പ്രവർത്തകർ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് റോട്ടറി, ലയൺസ്, ഈ തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർക്ക് പുറമെ എല്ലാ ബീച്ചുകളിലും ഇവർ കൂടി പങ്കാളികളായിക്കൊണ്ടുള്ളൊരു ബൃഹത്തായ സംരംഭമാണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആയി പ്രഖ്യാപിച്ചത്, ശൂന്യ മാലിന്യ ദിനമായി. അന്ന് കേരളം സമ്പൂർണമായ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഇതിന്റെ തുടർ പ്രവർത്തനം വേണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെ വൃത്തി 2025 എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിൻ, അതിന്റെ തുടർ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. അത് തിരുവനന്തപുരത്താണ്. ഇന്നിപ്പോ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ആ പദ്ധതി നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഈ രംഗത്ത് മാലിന്യ സംസ്കരണ മേഖലയിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും കൂടി പരിചയപ്പെടുത്തുന്ന ഒരു മഹത്തായ സംഭവമാണ് വൃത്തി 2020. അപ്പൊ ഈ മാലിന്യമുക്ത കേരളം എന്ന ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരദേശത്തെ മഹത്തായ സംരംഭമാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. ഈ പരിപാടി നമുക്കൊന്നും നമ്മളെല്ലാവരും മനസ്സ് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഈ മാലിന്യമുക്ത കേരളം എന്നുള്ള ആശയം സഫലമായത്. ആ നിലയിൽ ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന പദ്ധതി വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരുടെ ഇതിനോടനുബന്ധിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും മറ്റനുബന്ധ പരിപാടികളും അതിന്റെ വിശദാംശങ്ങളും പ്രസ് നോട്ടിലുണ്ട്. വൃത്തിയാക്കുന്നതിന് ഒരു സ്ഥിരം സംവിധാനത്തിനെ കുറിച്ച് എന്തെങ്കിലും ആലോചന ഉണ്ടോ? അതായത് ബീച്ച് ഇപ്പൊ തൽക്കാലത്തേക്ക് ആയാലും പിന്നെ അത് വീണ്ടും അലങ്കുരവ് പോലും. അത് മാത്രമല്ല, ഇപ്പൊ പ്ലാസ്റ്റിക് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ തന്നെ ജൈവ, ഇപ്പൊ ഫോർട്ട് കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ജൈവ വേസ്റ്റ് തന്നെ കണ്ടമാനമുണ്ട്. അപ്പൊ ഇതിനൊരു സ്ഥിര സംവിധാനത്തിന് എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായും തീരപ്രദേശത്തേക്ക് മാത്രമായിട്ടുള്ള അങ്ങനെ ഒരു പദ്ധതി ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിനൊരു പ്രത്യേക പദ്ധതി തന്നെ നമ്മൾ തയ്യാറാക്കിയിരുന്നല്ലോ. ഇപ്പൊ ഇതുവരെ നമ്മുടെ നടന്ന പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിന്റെ 941 ഗ്രാമപഞ്ചായത്തുകൾ, 6 മുനിസിപ്പാലിറ്റികൾ, 93 നഗരസഭകൾ, ഇവിടെ എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ലൊരു നെറ്റ്വർക്ക് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് 35,352 ഹരിതകർമ്മ സേനാംഗങ്ങൾ അവര് എല്ലാ വീടുകളിൽ നിന്നുള്ള വാതിൽപ്പടി ശേഖരണം ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. 16,466 മിനി MCFകൾ, 1,406 യെസ് പറഞ്ഞോട്ടെ, 12,50,000 ഗാർഹിക ഉറവിട മാലിന്യ സംസ്കരണ യൂണിറ്റും ആ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ബീച്ചിലേക്ക് മാത്രമായി ഒരു സ്ഥിര സംവിധാനം ഉണ്ടാവേണ്ടതാണ്. മറ്റു സ്ഥലങ്ങൾ പോലെ അല്ലല്ലോ ബീച്ച്. എപ്പോഴും കടല് പൊല്യൂട്ടഡ് ആകുന്നതനുസരിച്ച് എപ്പോഴും മാലിന്യങ്ങൾ തീർച്ചയായിട്ടും അത് തത്സമയം മാറ്റാനും അത് ശേഖരിക്കാനും അത് നമ്മുടെ ക്ലീൻ കേരള കമ്പനിയുമായിട്ടും ഹരിത മിഷനൊക്കെ ആയിട്ട് ചേർന്ന്
തീർച്ചയായിട്ടും അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കും. ഇപ്പൊ മുനമ്പത്ത് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. നമ്മുടെ പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്ന NGO ഓർഗനൈസേഷൻ മുനമ്പത്ത് വരുന്ന, അത് മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അവിടെ അടിഞ്ഞുകൂടുന്നത് അവർ ശേഖരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ബാഗുകൾ ഉണ്ടാക്കാൻ, ചിത്രങ്ങൾ ഉണ്ടാക്കാൻ, മറ്റ് ഇലസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകും. ആലുവ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പൊ അവരുടെ തന്നെ മറ്റു പദ്ധതികളുണ്ട്. മാർക്ക് ഫോർ വൈപ്പിൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി 4 പഞ്ചായത്തിൽ ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് DP വേൾഡിന്റെ ഒക്കെ സഹായത്തോടു കൂടിയുള്ള CSR ഫണ്ട് ഉപയോഗിച്ച് ഓൾറെഡി നടക്കുന്നുണ്ട്. അത് അവിടെ മാത്രമാണ്, ഇപ്പം മുനമ്പത്താണ് നടക്കുന്നത്. അത് തീർച്ചയായും എല്ലാ ബീച്ചുകളിലേക്കും, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലേക്ക് അത് വ്യാപകമാക്കാനായിട്ടുള്ള നടപടികളുണ്ടാവും. ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു കുറച്ച്, അതിപ്പോൾ ചെയ്യാനുള്ള ദേവത്തിലാണ് പണ്ടൊക്കെ വെച്ച് ഏത് ഭാഗമായിട്ടാണ് നമ്മുടെ URLCC ആണ് പറഞ്ഞത്. അത് നന്നായിട്ട് ചേർന്നു, കുട്ടികൾത്തോളം സേഫായിട്ട് പോകും, ചേർത്തലും സൂപ്പറായിട്ടുണ്ട്. പണ്ട് ഈ ചെല്ലാറൊക്കെ ഈ കടലാക്രമണം വരുമ്പോൾ എല്ലാവരും നിറഞ്ഞ ചെല്ലാറാണ്. ചെല്ലാറത്തേക്ക് പണ്ട് കയറി സഹായത്തിൽ ഒറ്റയ്ക്ക് കൊടുക്കല് 3 കണ്ടാവുന്നില്ല. വളരെ സുന്ദരമാണ്. ഇനി അന്ന് അവരെടുത്തതിൽ ഇങ്ങനൊരു ബാലൻസ് 3.5 കിലോമീറ്റർ ഉണ്ട്. അന്ന് ഈ ഫണ്ട് മൊത്തം പിടിച്ചതായിരുന്നു. അപ്പൊ ഇടക്ക് റൈറ്റ് വന്നിച്ചപ്പോ എസ്റ്റിമേറ്റ് ഉപയോഗിച്ചപ്പോ 3 കിലോമീറ്റർ കിട്ടി. ഇനി ആ ബാലൻസ് ചെയ്യണമെങ്കിൽ 25 കോടി. അപ്പൊ അതിനിടക്ക് ADB ഒന്ന് നോക്കിയത് ചെയ്തുതരാം, പറ്റും ചെയ്തുതരാൻ പറഞ്ഞു. അപ്പൊ അവരൊന്നും സർവീസ് നോക്കിക്കൊടുക്കും. ചിലപ്പോൾ അവർ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യും.